സുഹൃത്തെ, വടകര സംഭവിച്ചത് അവിടുത്തെ സ്ഥാനാർത്ഥി കെ ശൈലജയ്ക്കെതിരെ ഏറ്റവും അശ്ലീലം നിറഞ്ഞ ഹീനമായ പ്രചാരണം UDF ക്യാമ്പിൽ നിന്ന് വരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ കോർഡിനേറ്റർ തന്നെ ഏറ്റവും മോശപ്പെട്ട കമന്റുകൾ ഇടുന്നു, കേസെടുക്കുന്നു. മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ വലിയ തോതിൽ കേരളം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ എവിടെയാണ് വടകര? ആര് പറഞ്ഞു? ഏത് നേതാവ് പേര് പറയൂ. ഏത് നേതാവ് പറഞ്ഞ ഒരു വിഷയം വടകര എടുത്തിട്ട് ഒറ്റ സെക്കൻഡ് കാഞ്ഞിരപ്പള്ളിയിൽ എവിടെ നോക്കിയാലും അരിവാൾ ചുറ്റിയ നക്ഷത്രം സുഹൃത്ത് വടകര വിട്ടു. ആണോ സുഹൃത്തെ? മറുപടി അനിലിന്റെ മറുപടി ഇതുപോലൊരു വീഡിയോ കിട്ടിയാൽ ആരാണ് പ്രചരിപ്പിക്കാത്തത്? ഒരു വാചകമാണ്. ഇതുപോലൊരു വീഡിയോ കിട്ടിയാൽ ആരാണ് പ്രചരിപ്പിക്കാത്തത്? ഈ വാചകം പറഞ്ഞ ആൾ ആരാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇതുപോലൊരു വീഡിയോ കിട്ടിയാൽ ആരാണ് പ്രചരിപ്പിക്കാത്തത്? കാരണം തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ അന്നത്തെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ ജോയെ പരാജയപ്പെടുത്താൻ ഒരു അശ്ലീല വീഡിയോ നിർമ്മിച്ചതിനെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഇതുപോലൊരു വീഡിയോ കിട്ടിയാൽ ആരാണ് പ്രചരിപ്പിക്കാത്തതെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിൽ നിന്നും ഇതിനപ്പുറവും ശൈലജ ടീച്ചറെ അപമാനിച്ച എങ്ങനെയാണ് കോവിഡ് രാജകുമാരി, നിപ്പ റാണി, അങ്ങനെയുള്ള നേതാക്കന്മാരുടെ അനുയായികൾ ഇത് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചവർക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജനങ്ങളുടെ വിധിയിലൂടെ അവരുടെ ഉടുവസ്ത്രമാണ് നഷ്ടപ്പെടാൻ പോകുന്നത് എന്ന അഭിമാനത്തോടെ ഞങ്ങൾ കരുതി ഞങ്ങൾ രാഷ്ട്രീയ സദാചാരം പറഞ്ഞ CPM എംഎംമണി പറഞ്ഞ സ്ത്രീവിരുദ്ധ പരാമർശം കൂടി ഓർക്കുന്നത് നല്ലതായിരിക്കും. ഒരു സ്ഥാനാർത്ഥിക്കെതിരെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉയരുന്നതിനെ പഴയ സംഭവങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 2004 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിലെ 18 MPമാരെ കിട്ടി. ഒരു കോൺഗ്രസ്സുകാർ പോലും ജയിച്ചില്ല. ഞങ്ങൾ ഡൽഹിയിലെത്തിയപ്പോൾ അവിടെ അഹമ്മദ് എന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു, ലീഗിന്റെ മന്ത്രി. അപ്പോൾ 2004 ഇടതുപക്ഷത്തിന് ശക്തി ഉണ്ടായിരുന്നപ്പോൾ മുസ്ലിമായതിൻ്റെ പേരിൽ ഒരാൾക്ക് മന്ത്രിയാകാൻ തടസ്സമുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങളുടെ 63 പൊലിച്ചപ്പോൾ പൊന്നാനിയിൽ തോട്ട ലീഗിന് മലപ്പുറത്തൊന്നും അഹമ്മദിനെ മന്ത്രിയാക്കാനായി. അതുകൊണ്ട് കൊടി ഡൽഹിയിൽ താഴ്ത്തുകയല്ല ചെയ്തത്. 2004 മുസ്ലിം ലീഗിന് മാറി നിൽക്കേണ്ടി വരികയല്ല ചെയ്തത്. ഇന്ന് കോൺഗ്രസിന്റെ സമീപനം കൊണ്ട് ലീഗിന് കൂടി താക്കേണ്ടി വന്നു. ലീഗ് താത്താൽ ലീഗിനെ കൊണ്ട് താക്കാൻ എന്ത് വേണം? കോൺഗ്രസും കൂടി താക്കണം. ഒരു റിയാക്ഷൻ കൂടി ലാസ്റ്റ് വേഗം 3 മാസത്തെ കുടിശ്ശിക പെൻഷൻ വന്നപ്പോൾ ഇവിടെ ബഹളം വയ്ക്കുന്ന കോൺഗ്രസ്സുകാരെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളൊരു കാലത്തോട് ഭരിച്ചിരുന്നു. 18 മാസത്തെ കുടിശ്ശിക 600 രൂപ ആയിട്ട് പോലും പാവപ്പെട്ട നവംബർ മാസം പറയട്ടെ, എന്നത് പറയാൻ അനുവദിക്കേ. 2015 നവംബർ മാസം മുതൽ മാർച്ച് മാസം വരെ 4 മാസം കുടിശ്ശിക എന്താണെന്നറിയോ? മസ്റ്ററിംഗിന് വേണ്ടി അവരുമായി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിട്ട് 4 മാസം. ഈ പറയുന്ന ക്ഷേമ പെൻഷനുള്ള ആളുകൾ മസ്റ്ററിംഗ് നടത്താൻ വേണ്ടി 4 മാസം. 18 മാസം ചുമ്മാ കോൺഗ്രസ് പ്രതിയോട് വെല്ലുവിളി. 2016 പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത്. ആഗസ്റ്റ് മാസത്തിൽ ഉത്തരവ് വന്നു. സെപ്റ്റംബർ മാസത്തിൽ പെൻഷൻ കൊടുത്തു. സെപ്റ്റംബർ മാസത്തിൽ 14,800 രൂപ പെൻഷൻ കിട്ടിയ എൻ്റെ വാദം വ്യക്തമാണ്. 2016 സെപ്റ്റംബർ മാസത്തിൽ 14,800 രൂപ പെൻഷൻ കിട്ടിയ 100 പേരെ ഈ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ നിന്നും ഈ കാഞ്ഞിരപ്പള്ളി പട്ടണത്തിൽ ഞങ്ങൾ ഹാജരാക്കാം. ഈ പട്ടണത്തിൽ ഞങ്ങൾ പറയാം 14,800 രൂപ കിട്ടിയ 100 പേരെ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ ഞങ്ങൾ പെൻഷൻ കിട്ടിയവരെ ഹാജരാക്കാം. എന്തുകൊണ്ടാണ് അത്രയും കൊടുക്കേണ്ടി വന്നത്? കുടിശ്ശിക തീർത്ത് കിട്ടിയ 100 പേരെ കൃത്യമായി മറുപടി പറഞ്ഞു. കാരണം അന്ന് പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യണമായിരുന്നു. മസ്റ്ററിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാലതാമസം കൊണ്ട് അത് തെറ്റാണ്. കൃത്യമായി 4 മാസം മാത്രമേ. പിന്നെ 600 വെച്ച് 4 മാസമാണെങ്കിൽ ഈ പറഞ്ഞ 14,800 വരില്ല. ആ സർക്കാർ അധികാരത്തിൽ വന്നത് 2016 മെയ് മാസത്തിലാണ്. മെയ് കഴിഞ്ഞ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ 4 മാസത്തിൽ 18,800 അങ്ങനെ 9,800 അതുപോലെ തന്നെ പിന്നെയുള്ള 4,000 ഒരു മാസം അഡ്വാൻസും. കേരള ചരിത്രത്തിൽ ആദ്യമായി പെൻഷൻ അഡ്വാൻസ് പിണറായി
ഒരിക്കലും അങ്ങനെ 14,800. ഞാനിപ്പോ പറയുന്നു സാറേ, നാളെ 2 മണിക്ക് 100 പേരെ ഇവിടെ ഞങ്ങൾ ഹാജരാക്കാം. ആ പെൻഷൻ കിട്ടിയ 100 പേരെ ഇവിടെ ഹാജരാക്കാം. നിങ്ങൾ വരുമോ? വെല്ലുവിളി. അല്ല, അത് വേറെ. അല്ല, ഇതിന് മറുപടി ഉണ്ടോ? നിങ്ങൾ വരുമോ? അല്ല റോണി, താങ്കൾ ഒരു കോളേജ് അധ്യാപകനാണ്. ഈ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് കൊടുത്താണ്. തോമസ് ഐസക്കിന്റെ മന്ത്രിസഭ കൊടുത്തതാണ്. കൊടുത്ത നേതാവിന്റെ കണക്ക് അവതരിപ്പിച്ച് പറയുമ്പോൾ വസ്തുതാപരമല്ലേ? ഞാൻ 100 പേരെ ഹാജരാക്കാൻ നിങ്ങൾ വരുമോ?